ഹരേ കൃഷ്ണ. സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 7 ജ്ഞാന വിജ്ഞാന യോഗം. ഇതിൽ 15 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയത്. ഭഗവാൻ അർജുനനോട് പറയുന്നു, അല്ലയോ ഭാരതർഷഭ, ഞാനാണ് ബലവാന്മാരുടെ കാമരാഗ വിവർജിതമായ ബലം. ധർമ്മവിരുദ്ധമല്ലാത്ത എല്ലാ പ്രവൃത്തിയും എൻ്റേതു തന്നെയാണ്. സ്വാത്വികങ്ങളും രാജസങ്ങളും താമസങ്ങളുമായ എല്ലാ അവസ്ഥകളും എൻ്റെ ശക്തിയുടെ ബഹിർസ്ഫുരണങ്ങളാണ് എന്ന് നീ മനസ്സിലാക്കിയാലും ഒരർത്ഥത്തിൽ അവയെല്ലാം തന്നെ ഞാനാണ്. എങ്കിലും ഞാൻ അവയ്ക്ക് അധീനനല്ല. ഞാൻ ഭൗതിക ഗുണങ്ങൾക്ക് അധീനനല്ല, മറിച്ച് അവയെല്ലാം എന്നിൽ തന്നെയാണ് നിലകൊള്ളുന്നത്. ത്രിഗുണങ്ങളാൽ വ്യാമോഹിതമായ ഈ ലോകം ഇവയ്ക്ക് അതീതനും അവ്യയനുമായ എന്നെ അറിയുന്നില്ല. 3 പ്രകൃതി ഗുണങ്ങളടങ്ങിയ എൻ്റെ ദിവ്യശക്തിയെ അതിജീവിക്കുക എളുപ്പമല്ല. എന്നാൽ എനിക്കായി സ്വയം സമർപ്പിക്കുന്നവർക്ക് അത് നിഷ്പ്രയാസം സാധിക്കുകയും ചെയ്യും. ദുഷ്കൃതരായ മൂഢന്മാരും മനുഷ്യ അധമന്മാരും മായയാൽ അപഹരിക്കപ്പെട്ട നിരീശ്വരരുമായ അസുരന്മാരും എന്നെ ശരണം പ്രാപിക്കുന്നില്ല. ഇതുവരെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് 16 മുതൽ 20 വരെയുള്ള ശ്ലോകം നോക്കാം. ഭഗവാൻ അർജുനനോട് ഇനി പറയുന്ന 5 ശ്ലോകങ്ങൾ നമ്മുടെ ചിന്തയെ തന്നെ മാറ്റിമറിക്കുന്നതാണ്. നമ്മുടെ മനസ്സിലുള്ള പല വിധത്തിലുള്ള പൂജാവിധികളും ദേവ ആരാധനകളെയും മാറ്റിമറിക്കുന്ന 5 കാര്യങ്ങളാണ് ഭഗവാൻ അർജുനനോട് പറയാൻ പോകുന്നത്. വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ ജീവിത രീതിയിൽ ഇന്ന് വരെ പിന്തുടർന്നു പോന്ന പല പൂജാവിധികളെയും ദേവതാ സങ്കല്പങ്ങളെയും ഉടച്ചു വാർക്കേണ്ട സമയം ആയിരിക്കുന്നു എന്നും എന്താണ് ശരിയായ രീതിയിൽ ജ്ഞാനമെന്നും പറയുകയാണ് ഭഗവാൻ ഈ ശ്ലോകങ്ങളിലൂടെ. ആദ്യ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, ചതുർവിധാ ഭജന്തേ മാം ജന സുഹൃതിനാർജുന ആർത്തോ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനി ച ഭരതർഷഭ. അലയോ ഭരത ശ്രേഷ്ഠനായ അർജുന, ചതുർവിധ ഭജന്തേ മാം, 4 വിധം, ചതുർവിധ ഭജന്തേ മാം, ഭജന്തേ ഭജിക്കുക, ആളുകൾ എന്നെ ഭജിക്കുകയാണ്. ജന സുഹൃതിനാർജുന, സുഹൃതികളായ ജനങ്ങളാണവർ. എന്താ ഈ സുഹൃതി? ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മങ്ങളിലും കഴിഞ്ഞ അനേകം ജന്മങ്ങളിൽ 84 ലക്ഷം തരം ജീവജാലങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. അതിൽ പല ജീവനുകളും ഒന്നിനു പിറകെ ഒന്നായി പടിയായി ഉയർന്ന് ഒരു പക്ഷേ കഴിഞ്ഞ ജന്മത്തിൽ മനുഷ്യജന്മം ഉണ്ടായിരിക്കാം. അതിൽ ചെയ്ത കുറച്ച് പുണ്യ പ്രവർത്തനങ്ങൾ അതിൻ്റെ കാരണമായി കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു മനുഷ്യജന്മം കിട്ടിയിട്ടുണ്ടാകാം. അങ്ങനെ നിരവധി ജന്മങ്ങളിൽ, കഴിഞ്ഞുപോയ അനേകം ജന്മങ്ങളിൽ പുണ്യങ്ങൾ ചെയ്തിട്ടുള്ള ഈശ്വര അർപ്പണ ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ചിട്ടുള്ളവരെയാണ് വിവേകികൾ അല്ലെങ്കിൽ സുഹൃതികൾ എന്ന് പറയുന്നത്. ഈ സുഹൃതികൾ, ഇപ്പോൾ ഈ ഭാഗ്യം ചെയ്യുന്ന, ഭഗവാനെ സേവിക്കുന്ന, പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ സേവിക്കുന്ന ഇവരെല്ലാവരും തന്നെ സുഹൃതികളാണ്. ഈ സുഹൃതികൾ 4 വിധത്തിലുണ്ട് എന്ന് പറയുകയാണ് ഭഗവാൻ. ആരൊക്കെയാണ്? ആർത്തോ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനി. ആരാണ് ആർത്തോ? അല്ല, ആരെയും ആർത്തൻ? ദുഃഖിതൻ. എന്തിലൊക്കെ ദുഃഖം വേണം? കടം കൊണ്ട് ദുഃഖം ഉണ്ടാവാം, അസുഖം കൊണ്ട് ദുഃഖങ്ങൾ ഉണ്ടാകാം, അങ്ങനെ പല രീതിയിലും നമുക്ക് ദുഃഖം ഉണ്ടാവാം. ദുഃഖത്തിനാണ് ഒരു വിഷമവും ഇല്ലാത്ത അല്ലേ. എവിടെ ചെന്നാലും, ഏത് വീട്ടിൽ ചെന്നാലും ഏറ്റവും കൂടുതൽ ആ വീട്ടിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ദുഃഖമായിരിക്കും. അപ്പോൾ ദുഃഖത്തിന് ഒരു വിഷമവും ഇല്ല. അങ്ങനെ ദുഃഖികളായിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് ദുഃഖം ഉണ്ടാവുക? 3 തരത്തിൽ. ആദി ഭൗതികം, ആദി ദൈവികം, ആധ്യാത്മികം. അങ്ങനെ 3 വിധത്തിലാണ് ദുഃഖം ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഈ 3 വിധത്തിൽ, ഏത് വിധത്തിലായാലും ദുഃഖിതരായിട്ടുള്ള ആളുകൾ, ആർത്തർ, എന്നെ ഭജിക്കുന്നു, ഭഗവാനെ രക്ഷിക്കണേ എന്നുള്ള രീതിയിൽ അവർ എൻ്റെ കാൽപാദങ്ങളിൽ അഭയം പ്രാപിക്കുന്നു. വേറൊരു കൂട്ടരാണ് ജിജ്ഞാസുക്കൾ. നിത്യം ഏതാണ്, അനിത്യം ഏതാണ്, ഏതാണ് ശാശ്വതം, അശാശ്വതം ഏതാണ്, ഭഗവാനെ സേവിച്ചാൽ എന്താണ് കിട്ടുക, ഇങ്ങനെയുള്ള വിചാരങ്ങളോട് കൂടി നടക്കുന്നവർ, ഭഗവാനെ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ, പല രീതിയിലും പുസ്തകങ്ങൾ വായിച്ചാകാം, ശ്രീമദ് ഭാഗവതവും ഭഗവത്ഗീതയും വായിച്ചാകാം, ഇതുപോലെ പല രീതിയിലും ഭഗവാനെ അന്വേഷിക്കുന്ന ഒരു കൂട്ടരാണ് എൻ്റെ ഭക്തർ.
വേറൊരു കൂട്ടർ അർത്ഥാർത്ഥികളാണ്. പണം ആഗ്രഹിച്ച് അല്ലെങ്കിൽ പല വിധത്തിലുള്ള സുഖങ്ങൾ ആഗ്രഹിച്ച് കാമസിദ്ധിക്കായി അർത്ഥസിദ്ധിക്കായി ഏതൊരു തരത്തിലുള്ള ആഗ്രഹങ്ങളും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരുന്നവരാണവർ. പരീക്ഷയിൽ പാസ്സാകണേ, എൻ്റെ ബിസിനസ് വിജയം നല്ല രീതിയിൽ നടക്കണമേ, എന്നെനിക്ക് ഒരുപാട് പേഷ്യൻസ് വരണമേ, എൻ്റെ കടയിൽ സാധനങ്ങളെല്ലാം വിറ്റുപോകണം, ഇങ്ങനെയുള്ള നിരവധി ആവശ്യങ്ങൾ കൊണ്ടുവരുന്ന ഒരു കൂട്ടം ആളുകൾ. വേറൊരു കൂട്ടരാണ് ജ്ഞാനികൾ, എന്നെ പൂർണ്ണമായും അറിഞ്ഞവർ, ഭഗവാനെ അറിഞ്ഞിട്ടുള്ള, പരമാത്മാവും ആത്മാവുമാണ് എന്ന് മനസ്സിലാക്കിയ, തൻ്റെ ജീവിത ലക്ഷ്യം ഭഗവാനിലേക്ക് ലയിക്കുക എന്നുള്ളതാണെന്ന് മനസ്സിലാക്കുന്ന ആൾക്കാരാണ് ജ്ഞാനികൾ. ഇങ്ങനെ 4 വിധം ഭക്തന്മാരാണ് ഉള്ളത് എന്ന് പറയുകയാണ് ഭഗവാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം നമ്മുടെ മനസ്സിലുയരാം. ഇങ്ങനെ 4 വിധം ഭക്തന്മാരുണ്ടെങ്കിൽ ഇവരിൽ ഏറ്റവും ഭഗവാൻ ഇഷ്ടപ്പെട്ട ഭക്തരാരാണ്? നമ്മുടെ മനസ്സിലും ഉയരാവുന്ന ഒരു ചോദ്യമാണല്ലേ. അതിനുള്ള ഉത്തരമാണ് ഭഗവാൻ പറയുന്നത്. തേഷാം ജ്ഞാനി നിത്യയുക്ത ഏകഭക്തി വിശേഷ്യതേ പ്രിയോ ഹി ജ്ഞാനിന അത്യർത്ഥം അഹം സച മമ പ്രിയ. തേഷാം ജ്ഞാനി നിത്യയുക്ത, അവരിൽ വച്ച് തേഷാം ജ്ഞാനി നിത്യയുക്ത സദാ യോഗനിഷ്ഠനും ഏകഭക്തി വിശിഷ്യതേ, സ്ഥിരഭക്തനും വിശിഷ്യനാണ്. സദാ യോഗനിഷ്ഠനായിരിക്കുന്ന ജ്ഞാനി, സ്ഥിരഭക്തനായിരിക്കുന്ന ഈ ജ്ഞാനിയാണ് വിശിഷ്ടൻ എന്ന് പറയുന്നു. പ്രിയോ ഹി ജ്ഞാനിന, അങ്ങനെയുള്ള ജ്ഞാനിക്ക് ഞാൻ പ്രിയനാണ്. കാരണം ഈ ജ്ഞാനി അന്വേഷിക്കുന്നതും എന്നെ കിട്ടുന്നതിന് വേണ്ടിയാണ്. അത്യർത്ഥം അഹം സ ച മമ പ്രിയ, അതുപോലെ അവനും മമ പ്രിയ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനുമാണ്. അവരിൽ വച്ച് സദാ എന്നിൽ മാത്രം ഭക്തിയോടു കൂടിയവനായ ജ്ഞാനി ശ്രേഷ്ഠനാണ്. കാരണം ആ ജ്ഞാനിക്ക് ഞാൻ അത്യന്തം പ്രിയങ്കരൻ ആയതുകൊണ്ട് എനിക്കും അതുപോലെ തന്നെയാണ് അവൻ. ഭഗവാൻ പറയുന്നത് നിത്യയുക്ത, അതുപോലെ തന്നെ ഏകഭക്തി, ഇങ്ങനെ 2 കാര്യം പറയണ്ടല്ലേ. എന്താ ഈ നിത്യയുക്ത? സ്ഥിരമായ ഉറച്ച മനസ്സോടു കൂടിയവൻ. മനസ്സിനെ എങ്ങനെ ഉറപ്പിക്കുക? വിചാരങ്ങൾ മനസ്സിൽ നിന്ന് മാറ്റണം. ഒരു ജ്ഞാനിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഉറച്ച മനസ്സോടുകൂടി സർവോത്തമമായ ലക്ഷ്യമായ ഭഗവാനിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. പരിപൂർണമായി സ്വയം സമർപ്പിച്ച് മനസ്സ് എന്ന അരുവിയെ സമുദ്രമാകുന്ന ഭഗവാനിൽ ലയിപ്പിക്കാനാണ് അയാളുടെ ശ്രമം. അങ്ങനെ ലയിക്കുന്ന ജ്ഞാനമുള്ളവനെയാണ്, അങ്ങനെ ലയിക്കാനുള്ള ജ്ഞാനം ഉള്ളവനെയാണ് ഭഗവാന് കൂടുതൽ ഇഷ്ടം. എന്ന് വെച്ച് മറ്റുള്ളവരെ എല്ലാം ഭഗവാൻ ഇഷ്ടമല്ല എന്നുണ്ടോ? അങ്ങനെയല്ല അല്ലേ. അടുത്ത ശ്ലോകത്തിൽ അതും ഭഗവാൻ പറയുന്നുണ്ട്. ഭഗവാൻ എന്താ പറയുന്നേ? ഉദാരാ സർവ ഏവൈതേ ജ്ഞാനീ തു ആത്മയേവ മേ മതം അസ്ഥിതാ സഹിയുക്താത്മാ മാമ്യേവ അനുത്തമാം ഗതി. ഉദാര സർവ ഏവൈതേ, ഇവർ എല്ലാവരും ഉദാര മഹാന്മാർ തന്നെയാണ്. ഈ 4 വിഭാഗത്തിൽപ്പെട്ട 4 ഭക്തന്മാരും മഹാന്മാർ തന്നെയാണ്. എന്നാൽ അവരിൽ കുറച്ചുകൂടി മേന്മയുള്ളത് ജ്ഞാനിക്കാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ജ്ഞാനീതു ആത്മയേവ മേ മതം, എന്നാൽ ജ്ഞാനി ആയവൻ എൻ്റെ ആത്മാവ് തന്നെയാണ്. ഇതാണ് എൻ്റെ അഭിപ്രായം. അതാണ് ഭഗവാൻ പറയുന്നത്. എന്താ കാരണം? ജ്ഞാനിയായവൻ എല്ലാം ഉപേക്ഷിക്കുകയാണല്ലേ. എങ്ങനെയാണ്? യുധിഷ്ഠിര മഹാരാജാവ് തൻ്റെ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, കൊട്ടാരങ്ങൾ, ഭാര്യ, സഹോദരന്മാർ, എല്ലാ രാജപദവി, എല്ലാവിധത്തിലുള്ള ആഗ്രഹങ്ങളും ഉപേക്ഷിച്ച് പാദരക്ഷ പോലുമില്ലാതെ ഇന്ദ്രിയങ്ങളാകുന്ന നിബിഡ വനത്തിലൂടെ യാത്ര ചെയ്ത് മരുഭൂമിയിലൂടെ എല്ലാവിധത്തിലുള്ള ഇന്ദ്രിയ ആഗ്രഹങ്ങളെയും ഉപേക്ഷിച്ച് ഓരോന്നോരോന്നായിട്ട് എങ്ങനെയാണ് ഉപേക്ഷിക്കുക? കാമക്രോധാദികളെ ഒന്നായി ആദ്യം പാഞ്ചാലിയെ എന്ന പോലെ ഉപേക്ഷിച്ച്, പിന്നീട് സൗന്ദര്യബോധമായ നകുലനെയും ബുദ്ധിബോധമായ സഹദേവനെയും ഉപേക്ഷിച്ച്, ആർക്കും എന്നെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന അഹങ്കാരമുള്ള അർജുനനെ പോലെ ഉപേക്ഷിച്ച അഹങ്കാരത്തെ, വീട്ടിൽ എന്നേക്കാൾ ശക്തൻ ആരുമില്ല എന്ന ഭീമഭാവത്തെ ഉപേക്ഷിച്ച് സദ്വിചാരങ്ങളുടെ യുധിഷ്ഠിര ഭാവത്തെയും കൂട്ടി മല കയറുകയാണ്. അപ്പോൾ ഇന്ദ്രദേവൻ എന്ന പുണ്യപുരുഷന്മാരുമായി സംസർഗത്തിലേർപ്പെട്ട് ജ്ഞാനത്തിൻ്റെ കൊടുമുടിയിൽ എത്തുകയാണ് വേണ്ടത്. അങ്ങനെ കൊടുമുടിയിൽ എത്തുമ്പോഴാണ് നമുക്ക് ഭഗവാനെ അറിയാൻ സാധിക്കുന്നത്.
അങ്ങനെയുള്ളവൻ അസ്ഥിത സഹിയുക്താത്മാ മാം ഏവാനനുത്തമാം ഗതി. അസ്ഥിത, സ്ഥിതമായ മനസ്സോടുകൂടി. അങ്ങനെ സ്ഥിതമായ മനസ്സെന്ന് പറയുമ്പോൾ സഹിയുക്താത്മാ, എന്നിൽ തന്നെ മനസ്സ് ഉറപ്പിച്ചവൻ. ഭഗവാനിൽ തന്നെ എങ്ങനെയാണ് മനസ്സുറപ്പിക്കുക? ഭഗവാനിൽ തന്നെ എപ്പോഴും നമ്മുടെ. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അടുത്ത ശ്ലോകം കൂടി കഴിയുമ്പോൾ കുറച്ച് നമുക്ക് വിശദമായി അതിനെക്കുറിച്ച് ചിന്തിക്കാം. അസ്ഥിത സഹിയുക്താത്മാ, എന്നിൽ തന്നെ മനസ്സ് ഉറപ്പിച്ച് മാം ഏവ അനുത്തമാം ഗതി, അവൻ എന്നെ സർവോത്തമമായ ഗതിയായി കണ്ടുകൊണ്ട് എൻ്റെ അടുത്തേക്ക്, ഭഗവാന്റെ അടുത്തേക്ക് വരുവാനുള്ള ചിന്തയോടുകൂടി ഇരിക്കുന്ന ജ്ഞാനിയാണ് അവരിൽ ഏറ്റവും ഉത്തമൻ. ജ്ഞാനം അല്പം കുറഞ്ഞുപോയി എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവരാരും ഭഗവത് പ്രീതിക്ക് പാത്രീഭവിക്കാതെ വരുന്നില്ല, അല്ലേ? ഏത് ഉദ്ദേശത്തോടു കൂടിയാണെങ്കിലും ഭഗവാനെ പ്രാപിക്കാനായി ആഗ്രഹമുള്ള എല്ലാവരും മഹാത്മാക്കൾ തന്നെയാണ്. അതിൽ ഒരു സംശയവുമില്ല. ഇവിടെ ഭഗവാൻ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, ആർത്തോ ദുഃഖിതരായിട്ടുള്ളവർ ഭഗവാനെ സേവിക്കുമ്പോൾ അവർക്ക് ആ ദുഃഖത്തിനൊരു ശമനം കിട്ടും. അങ്ങനെ ശമിച്ച് കുറച്ചു കാലം കഴിയുമ്പോൾ അവർ ജിജ്ഞാസുക്കളാകും, കൂടുതൽ ഭഗവാനെ അറിയാൻ ശ്രമിക്കും. അത് കഴിയുമ്പോൾ അവർക്ക് ആ ദുഃഖങ്ങളെല്ലാം മാറി കുറച്ച് ഭഗവാനെ അറിഞ്ഞു കഴിയുമ്പോൾ സന്തോഷമുണ്ടാകുന്നു, വിവിധ ആഗ്രഹങ്ങൾ വരും. ഈ വിവിധ ആഗ്രഹങ്ങൾ, അതാണ് അർത്ഥാർത്ഥികൾ. അങ്ങനെ 3 നിലകൾ പടിപടിയായി കടന്നു വരുന്നവരാണ് ജിജ്ഞാസുക്കളായി മാറുന്നതും. അതുകൊണ്ട് ഭഗവാൻ അറിയാം അവർ എന്നിലേക്ക് തന്നെയുള്ള വഴികളിലാണ്, പക്ഷെ അവർ കുറച്ച് പുറകിലാണ് എന്ന് മാത്രം. അതുകൊണ്ട് ഭഗവാന് അവരോട് ഇഷ്ടമില്ല എന്നുള്ളൊരു തോന്നലില്ല. നമ്മളെല്ലാവരും ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ഭഗവാൻ തന്നെ പറയുന്നത്, സാധവോ ഹൃദയം മഹ്യം സാധൂനാം ഹൃദയം ത്വഹം മദന്യത്തേ ന ജാനന്തി ന അഹം തേഭ്യോ മനാഗപി. ഭക്തന്മാർ എൻ്റെ ഹൃദയത്തിൽ സദാ വാഴുന്നു, ഞാൻ എപ്പോഴും അവരുടെ ഹൃദയങ്ങളിലും. എനിക്കുപരി യാതൊന്നും അവർക്കറിയില്ല. എനിക്കും ഭക്തരെ മറക്കാനാവില്ല. ഞാനും ശുദ്ധഭക്തരും തമ്മിൽ അന്തരമായൊരു ഗാഢബന്ധമുണ്ട്. ശുദ്ധഭക്തർ സമ്പൂർണ്ണ ജ്ഞാനത്തോടെ എന്നോട് ആത്മീയമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. തന്മൂലം അവർ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്നാൽ ഈ ശുദ്ധഭക്തി നേടുക എന്നുള്ളത് അത്ര എളുപ്പമാണോ? അതുമല്ല. അത് ഭഗവാൻ പറയാണ്, ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭ. ബഹൂനാം ജന്മനാമന്തേ, അനേകം ജന്മങ്ങൾ എടുത്തതിന് ശേഷവും, ജ്ഞാനവാൻ മാം പ്രപദ്യതേ, ജ്ഞാനിയായവൻ എന്നെ പ്രാപിക്കുകയാണ്. അനേകം ജന്മങ്ങളിലൂടെ പടിപടിയായാണ് ഈ ജ്ഞാനം സിദ്ധിക്കുന്നത്. അങ്ങനെയുള്ളവൻ എന്നെ പ്രാപിക്കുന്നു. വാസുദേവ സർവമിതി, സകലതും വാസുദേവ സ്വരൂപമാണ് എന്നുള്ള ദൃഷ്ടിയോടുകൂടി, എല്ലാം ഭഗവാനാണ്, ഈ കാണുന്ന പ്രപഞ്ചമെല്ലാം ബ്രഹ്മമാണ്, എല്ലാം ഭഗവാനാണ് എന്ന് കാണുന്ന ദൃഷ്ടിയോടുകൂടി, വസുദേവപുത്രനായ ശ്രീകൃഷ്ണ ഭഗവാനാണ് ഈ കാണുന്നതെല്ലാം എന്നുള്ള ദൃഷ്ടിയോടുകൂടി, സ മഹാത്മാ സുദുർലഭ, അപ്രകാരമുള്ള മഹാത്മാക്കൾ വളരെ ദുർലഭമായേ കാണുന്നുള്ളൂ. ഇങ്ങനെ അനവധി ജന്മങ്ങൾ കടന്ന് അജ്ഞതയുടെ അന്ധകാരത്തിൽ കൂടി സഞ്ചരിച്ച് അറിവിൻ്റെ അരുണോദയം ഉണ്ടായി കർമ്മഫലം ആഗ്രഹിക്കാതെ കർമ്മം ചെയ്ത് ജ്ഞാനമാകുന്ന സൂര്യപ്രകാശം നമ്മിൽ വീഴുമ്പോഴാണ് എല്ലാം വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലേ? ഗുരുവിൻ്റെ സഹായം. ഓം അജ്ഞാനതിമിരാന്തസ്യ, തിമിരത്തിൻ്റെ കണ്ണുകളോട് കൂടിയാണ്, തിമിരം കൊണ്ട് മൂടിയിരിക്കുകയാണ് നമ്മുടെ കണ്ണുകൾ. ആ കണ്ണുകളെ ഗുരു വന്ന് തുറന്നു തരുമ്പോഴാണ് ആ അന്ധത, ആ തിമിരം മാറ്റിത്തരുമ്പോഴാണ് നമുക്ക് ഭഗവാനെ അറിയാൻ സാധിക്കുന്നത്. അത്രയും നാളും നമ്മൾ ഇരുട്ടിലൂടെ നടക്കുകയാണ്. പ്രകാശം വേണമെങ്കിൽ ഗുരുവിൻ്റെ ഭക്തിയോടുകൂടി ഗുരുവിനെ സേവിച്ച്. എങ്ങനെയാണ് ഗുരുവിനെ സേവിക്കേണ്ടത്? തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേശ്യന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശന. പരിപ്രശ്നേന, പ്രണിപാതേന, നമസ്കരിച്ച് യഥാസമയം ചോദ്യങ്ങൾ ചോദിച്ച് അറിയേണ്ടതായിട്ടുള്ള, പരീക്ഷിക്കാനുള്ള ചോദ്യങ്ങളല്ല ചോദിക്കേണ്ടത്. എങ്ങനെയാണ് ഭഗവാനിലേക്ക് അടുക്കുക എന്നുള്ള ആകാംക്ഷ കൂടി, ഹരേ കൃഷ്ണ, ആകാംക്ഷയോടുകൂടിയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ഭഗവാനെ അറിയണം. അപ്പോഴാണ് നമ്മുടെ അന്ധകാരത്തിൽ നിന്ന് നമുക്ക് വെളിച്ചത്തിലേക്ക്, ഗുരുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി നമ്മുടെ തിമിരം ബാധിച്ച കണ്ണുകൾക്ക് ഭഗവാനെ കാണാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ കാണുമ്പോഴാണ് ജ്ഞാനം തെളിയുന്നത്. അപ്പോൾ മനസ്സിലാകും
കമിഴ്ത്തി വെച്ച ഒരു വെള്ളത്തിനുള്ളിൽ, ഒരു പുഴയ്ക്കുള്ളിൽ കമത്തി വച്ചിരിക്കുന്ന കുടത്തിനുള്ളിലെ വെള്ളവും അതിന് പുറമേയുള്ള വെള്ളവും എല്ലാം ഒന്ന് തന്നെയാണ്. നമ്മുടെ അകത്തും പുറത്തും എല്ലാം കാണുന്നത് ഭഗവാനെയാണ്, വാസുദേവനെയാണ്, ഭഗവാന്റെ ശക്തിയെയാണ് എന്ന് അപ്പോഴാണ് നമുക്ക് ആ ജ്ഞാനം ലഭിച്ചു കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാവുക. പക്ഷേ അങ്ങനെയുള്ള മഹാത്മാക്കൾ വളരെ ദുർലഭമാണ് എന്നാണ് ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നത്. എന്താ കാരണം? പലരും പല വഴിക്കുള്ള ചിന്തകളാണ്, പല ദേവതമാരെയാണ് പൂജിക്കുന്നത്. അത് ഭഗവാൻ പറയുന്നു, കാമൈ തൈതൈ ഹൃതജ്ഞാന പ്രപദ്യന്തേ അന്യദേവത തം തം നിയമമാസ്തായ പ്രകൃത്യാ നിയതാ സ്വയ. കാമൈ തൈതൈ ഹൃതജ്ഞാന, പുത്രകീർത്തി, ശത്രുദോഷങ്ങൾ, ജയങ്ങൾ, വിഷയങ്ങൾ, അങ്ങനെ നിരവധി ആഗ്രഹങ്ങളോട് കൂടിയവൻ. കാമം, വിവിധ തരത്തിലുള്ള കാമങ്ങൾ. ജ്ഞാനമേ ഇല്ല, ജ്ഞാനം അപഹരിക്കപ്പെട്ടു പോയിരിക്കുന്നു, ആരോ കൊണ്ടുപോയിരിക്കുന്നു. അങ്ങനെ കാമൈ തൈതൈ ഹൃതജ്ഞാന, അപഹരിക്കപ്പെട്ടിട്ടുള്ള ജ്ഞാനത്തോടു കൂടി പ്രപദ്യന്തേ അന്യദേവത, അന്യദേവതമാരെ പൂജിക്കുന്നു. ഭൂതം, പ്രേതം, യക്ഷി, എലി, പാമ്പ്, ഇങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള ദേവതമാരെ പൂജിക്കുന്നു. എങ്ങനെ പൂജിക്കുന്നു? തം തം നിയമമാസ്തായ പ്രകൃത്യാ നിയതാ സ്വയ. തം തം നിയമമാസ്തായ, അതാത് ദേവന്മാരുടെ വ്യവസ്ഥയിൽ, ആ ദേവന്മാരുടെ നിയമവ്യവസ്ഥയിൽ, പ്രകൃത്യാ നിയതാ സ്വയ, തങ്ങളുടെ സ്വഭാവത്തിനാൽ വശീകൃതമായി. ഇതെങ്ങനെയായി സ്വഭാവം വരിക? പൂർവജന്മത്തിൽ ഉണ്ടായിരിക്കുന്ന കർമ്മഫലങ്ങളുടെ വാസനയിലാണ് ഈ ജന്മം വരിക. അപ്പോൾ വ്യക്തമായി ഭഗവാൻ പറയുന്നു, എന്നെ സേവിക്കുന്നവരെ കിട്ടാൻ ഭയങ്കര പാടാണ്, വളരെ ദുർലഭമാണത്. ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും, വിവിധ ദേവന്മാരെ പൂജിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാകാം. പക്ഷേ എന്നെ, വാസുദേവനെ പൂജിക്കുന്നവരെ, നമ്മുടെ പുറത്തും അകത്തും ഈ പ്രപഞ്ചത്തിൽ കാണുന്നതും എല്ലാമായിട്ടുള്ള ഭഗവാൻ ഞാനാണ് എന്നറിഞ്ഞ് എന്നെ ഭജിക്കുന്നവരുടെ എണ്ണം വളരെ ദുർലഭമാണ്. കാരണം ആളുകൾ വിവിധ തരത്തിൽ പൂജിക്കുന്നുണ്ടവരുണ്ടാകാം. അവരെല്ലാവരും അന്യദേവതകളെ തങ്ങളുടെ സ്വഭാവത്തിനാൽ വശീകരിക്കപ്പെട്ടുകൊണ്ട്, നാനാവിധത്തിലുള്ള ഇച്ഛകൾ കൊണ്ട്, അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോടു കൂടി, അനേകം നിയമങ്ങൾ വച്ചുകൊണ്ട് ഇതര ദേവന്മാരെ പൂജിക്കുന്നു. തങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം തങ്ങൾക്ക് വേണം. താനിപ്പോൾ ഒരു പൂജ ചെയ്യുകയാണ്, എൻ്റെ മകന് 10ാം ക്ലാസ്സിൽ ഏറ്റവും A+ കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടി, എനിക്കൊരു കുഞ്ഞുണ്ടാകണം, ആ കുഞ്ഞ് നല്ല രീതിയിൽ ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി, അങ്ങനെ വിവിധ തരം, വീട് വയ്ക്കണം, എൻ്റെ ഭർത്താവിന് ജോലി കിട്ടണം, ഭർത്താവിൻ്റെ ജോലി പോകരുത് എന്നുള്ള ആഗ്രഹത്തോടു കൂടി, ജ്ഞാനത്തിൻ്റെ പ്രകാശം ഇപ്പോൾ അണയുകയാണ് ചെയ്യുന്നത്. കാരണം ഇതൊന്നുമല്ല ഭഗവാൻ നമുക്ക് തരേണ്ടത്. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ ചെയ്യുമ്പോൾ ജ്ഞാനം കൂടുകയാണോ കുറയാണോ ചെയ്യുക? ജ്ഞാനമേ ഇല്ലാതാവുകയാണ് അല്ലേ? കാരണം നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ്? ഭഗവാന്റെ അടുത്തേക്ക്, ആ ധാമത്തിലേക്ക് എത്തുക, ആവശ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതല്ല നമ്മുടെ ജീവിത ലക്ഷ്യം. മാത്രമല്ല അന്യദേവതമാരെ പൂജിക്കുക എന്നുള്ളതല്ല നമ്മുടെ ജീവിത ലക്ഷ്യം. നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. ആ ജീവിത ലക്ഷ്യത്തിലേക്കുള്ള ഇടത്താവളങ്ങൾ മാത്രമാണ് അന്യദേവതമാരുടെ ഗ്രഹങ്ങൾ, അല്ലെങ്കിൽ അന്യദേവതമാരെ പൂജിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഫലം. ഇടത്താവളങ്ങളിൽ പോയിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ്? ഒന്നും കിട്ടാനില്ല അല്ലേ? അപ്പോൾ യഥാർത്ഥമായ ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥ ജ്ഞാനി. അങ്ങനെ മനസ്സിലാക്കാതെ വിവിധ ദേവതമാരെ പൂജിക്കുന്നവർ അജ്ഞാനികളാണ്. അവരുടെ ജ്ഞാനം അപഹരിക്കപ്പെട്ടു പോയിരിക്കുകയാണ്. അങ്ങനെ അകത്തും പുറത്തും അന്ധകാരം നിറയുകയാണ്. അതുകൊണ്ട് അവർ ഭഗവാനെ വിസ്മരിക്കുന്നു. ഉത്സാഹത്തോടെ മറ്റു ദേവന്മാരെ ഉപാസനയിൽ മുഴുകിയിരിക്കുകയാണ്. എന്താ ഉപാസന? ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ഉള്ളിലുള്ള ആത്മാവിനെ ആ ഭഗവാനിൽ അർപ്പിക്കുന്നതാണ് ഉപാസന. പുത്ര, പശു, സ്വർഗാദി വിഷയങ്ങളിലുള്ള ആഗ്രഹം നിമിത്തം ജനങ്ങളുടെ വിവേകജ്ഞാനത്തെ അപഹരിച്ചുകൊണ്ട്, അതുകൊണ്ടുണ്ടാകുന്ന ആത്മീയമായിട്ടുള്ള വാസുദേവനിൽ നിന്നും അകന്ന് അന്യന്മാരായ ദേവന്മാരെ ശരണം പ്രാപിച്ച് തങ്ങളുടെ സ്വഭാവപ്രകൃതിക്ക് വശംവദരായി, തങ്ങളുടെ കാമ്യകർമ്മങ്ങളുടെ ഫലം മൂലം, ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന വിവിധ ഭാവങ്ങളുടെ ഫലം മൂലം ഈ ദേവന്മാർക്ക് പ്രത്യേകമായി വിധിക്കപ്പെട്ടിട്ടുള്ള ആരാധനാദികൾ ചെയ്തുകൊണ്ട് ജ്ഞാനം അപഹരിക്കപ്പെട്ട് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് അവരുടെ. അതുകൊണ്ട് എന്നെ ഭജിക്കുന്നവരുടെ എണ്ണം വളരെ സുദുർലഭമാണ് എന്ന് ഭഗവാൻ പറയുകയാണ് ഈ ശ്ലോകത്തിലൂടെ.
ഇത് നമുക്ക് കേൾക്കുമ്പോൾ വിവിധ തരത്തിലുള്ള സംശയങ്ങൾ തോന്നാം. ഒന്ന്, മറ്റുള്ള ദേവതമാരെ പൂജിക്കുന്നത് ശരിയല്ലേ? അപ്പോൾ ഹിന്ദു സങ്കല്പത്തിൽ വിവിധ ദേവതന്മാർ എന്തിനാണ്? പിന്നെ നമ്മൾ എപ്പോഴും എല്ലാവരും ശ്രീകൃഷ്ണനെയാണോ ഭജിക്കേണ്ടത് എന്നാണോ പറയുന്നത്? ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ പറയുന്നില്ലേ, ബ്രഹ്മാവും ശിവനും അതുപോലെ തന്നെ ആൽമരം ഞാനാണ്, ബുദ്ധി ഞാനാണ്, എത്രയോ തരത്തിലുള്ള ആളുകളുണ്ട്, ഇതെല്ലാം ഞാനാണ്, മത്സ്യങ്ങളിൽ സ്രാവ് ഞാനാണ്, ഇതെല്ലാം ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ അവരെയൊക്കെ പൂജിച്ചുകൂടെ? എന്താ കുഴപ്പം? ഇതെല്ലാം ഞാനാണെന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷെ ഭഗവാൻ ഒന്നുകൂടി പറയുന്നുണ്ട്. എന്താ പറയുന്നത്? എല്ലാ ജീവജാലങ്ങളിലും ഞാനുണ്ട്, പക്ഷേ അവ ഒന്നും തന്നെ എന്നിലില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ടല്ലേ. അതുപോലെ തന്നെയാണ് രൂപം മഹത്തേ ബഹുവക്ത്രനേത്രം മഹാബാഹോ ബഹുബാഹുരൂപാദം ബഹൂദരം ബഹുദംഷ്ട്രാകരാളം ദൃഷ്ട്വാ ലോകേ പ്രവധ്യാദസം. ഭഗവാൻ പറഞ്ഞു, ഹേ കുന്തിപുത്ര, ജലത്തിലെ രസവും സൂര്യചന്ദ്രന്മാരിലെ പ്രകാശവും വേദമന്ത്രങ്ങളിലെ പ്രണവവും ആകാശത്തിലെ ശബ്ദവും പുരുഷന്റെ പൗരുഷവും എല്ലാം ഞാനാണെന്ന് ഭഗവാൻ പറഞ്ഞു. പക്ഷെ ഇതിനൊക്കെ നമുക്ക് പൂജിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് എല്ലാത്തിൻ്റെയും ഉറവിടമായിട്ടുള്ള ഭഗവാനെയാണ് പൂജിക്കേണ്ടത്. ശങ്കരാചാര്യരുടെ ശ്രീമദ് ഭഗവത്ഗീത തുടങ്ങുന്നതിന് മുൻപേ പറഞ്ഞു അല്ലേ, നമ്മൾ പഠിച്ചു. എന്താ പഠിച്ചത്? ഏകം ശാസ്ത്രം ദേവകീപുത്രഗീതം ഏകോ ദേവോ ദേവകീപുത്ര ഏവ ഏകോ മന്ത്രസ്തസ്യ നാമാനി യാനി കർമാപ്യേകം തസ്യ ദേവസ്യ സേവ. ജനങ്ങൾ ഒരേ ഒരു ധർമ്മഗ്രന്ഥത്തെയും ഒരേ ഒരു ഈശ്വരൻ എന്നാണ് പറഞ്ഞത്. സകല ജീവാത്മാക്കളുടെയും ഉള്ളിലിരിക്കുന്ന ആത്മാവായിരിക്കുന്ന ഭഗവാനെയാണ് നമ്മൾ അറിയേണ്ടത്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും വളരെ വ്യക്തമായി പറയുകയാണ്. നമ്മൾ ക്ഷേത്രത്തിൽ പോകാറുണ്ട്, ഏകാദശി വ്രതമെടുക്കാറുണ്ട്, ഗംഗയിൽ പോയി കുളിക്കാറുണ്ട്, കാശിയിൽ പോകാറുണ്ട്, രാമേശ്വരത്ത് പോകാറുണ്ട്, വിവിധ തരത്തിലുള്ള ഭജനങ്ങളിൽ ഏർപ്പെടാറുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള പ്രവൃത്തികളും നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ. ഈ പ്രവൃത്തികൾ ഒന്നും തന്നെ മോക്ഷം തരുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പല രീതിയിലാണ് നമ്മൾ തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച ഇങ്ങനെ ഓരോ ക്ഷേത്രങ്ങളിൽ വിവിധ തരത്തിലുള്ള ദേവീദേവതമാരുടെ അടുത്ത് നമ്മൾ പോകാറുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം, നമ്മൾ നമ്മുടെ ഉള്ളിലേക്കാണ് നോക്കേണ്ടത്. ഓരോ ജീവിയുടെയും ഉള്ളിലാണ് ഞാൻ ഇരിക്കുന്നത്. നിങ്ങൾ ധ്യാനത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ മൂക്കിലേക്ക് നോക്കൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. നമ്മുടെ മൂക്കിലേക്ക് നോക്കുന്ന സമയത്താണ് ഉള്ളിലിരിക്കുന്ന ഭഗവാനെ നമ്മൾ അറിയുന്നത്. രണ്ട് പുരികക്കൊടിയുടെയും ഇടയിലൂടെ തൻ്റെ മനസ്സിനെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തൻ്റെ ആത്മാവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ, അവിടെയാണ് ഞാൻ ഇരിക്കുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ പിന്നെ ക്ഷേത്രത്തിൽ പോകണം. എന്തിനു പോകണം? വിവിധ തരത്തിലുള്ള ഇന്ദ്രിയ വിഷയങ്ങളെ ഒതുക്കുന്നതിന് വേണ്ടി. ഏകാദശി നമ്മൾ എടുക്കുന്നുണ്ട്. ഏകാദശി എടുക്കുന്ന സമയത്ത് ഇന്ദ്രിയ ആഗ്രഹങ്ങളെ കുറച്ചു കൊണ്ടുവരുവാൻ നമ്മളെ സഹായിക്കുകയാണത് ചെയ്യുന്നത്. അമ്പലത്തിൽ പോകുമ്പോൾ ശ്രദ്ധ പൂർണ്ണമായും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട്, സംസാരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടോ ചിന്തിച്ചുകൊണ്ട് അമ്പലത്തിൽ പോകുന്നതിൽ യാതൊരു ഫലവുമില്ല. പൂർണ്ണമായും ചിന്ത ഭഗവാനിലായിരിക്കണം, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിലായിരിക്കണം നമ്മുടെ ചിന്ത. അവിടെ ശാന്തിയും സമാധാനവും ഉണ്ടാകുമ്പോഴാണ് അമ്പലത്തിൽ പോകുന്നതിന് ഫലമുണ്ടാകുന്നത്. ഏകാദശി വ്രതമെടുക്കുന്ന സമയത്ത് ശരീരങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കാനുള്ള ശക്തി കൊണ്ടുവന്ന് ഇന്ദ്രിയ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ളൊരു പടിയാണത്. ഗംഗാസ്നാനമായാലും അല്ലെങ്കിൽ ഏത് പുണ്യപ്രവൃത്തിയിൽ പോകുന്ന സമയത്താണ് എങ്കിലും മനസ്സിനെയും അതുപോലെ ശാരീരിക ആവശ്യങ്ങളെയും നിയന്ത്രിക്കുന്നതിനുള്ള ഒരു ട്രെയിനിങ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ വിവിധ തരത്തിലുള്ള ട്രെയിനിങ്ങോട് കൂടി നമുക്ക് ചുറ്റും നടക്കുന്ന വിവിധ ദേവീദേവതമാരെ ആഗ്രഹിച്ചുകൊണ്ട്, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമ്മളൊരു കിണർ കുഴിക്കാൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ, വളരെ വലിയ താഴ്ചയുള്ളൊരു കിണർ കുഴിക്കുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ശനിയാഴ്ച ഒരു വട്ടത്തിലുള്ള സ്ഥലത്ത് കുഴിച്ച്, ഞായറാഴ്ച വേറെ വട്ടം കുഴിച്ച്, തിങ്കളാഴ്ച വേറെ വട്ടം കുഴിച്ച്, ചൊവ്വാഴ്ച വേറെ വട്ടം കുഴിച്ച് അങ്ങനെയല്ല കുഴിക്കേണ്ടത്. ഏത് സമയത്തും ഒരേ രൂപത്തെ തന്നെ ഭഗവാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഭീഷ്മാചാര്യർ യുധിഷ്ഠിര മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഏത് രൂപമാണോ നിനക്ക് ഇഷ്ടമുള്ളത്. ഭീഷ്മാചാര്യർ തൻ്റെ മനസ്സിൽ കേന്ദ്രീകരിച്ചിരുന്നത് ഭഗവാന്റെ പാർത്ഥസാരഥി രൂപമായിരുന്നു. പരീക്ഷിത് മഹാരാജാവിന് ചതുർഭുജ രൂപമായിരുന്നു. അങ്ങനെ ഏതു രൂപമാണോ നമുക്ക് മനസ്സിൽ സ്ഥാപിക്കുന്നതിന് ഇഷ്ടപ്പെടുന്നത്, ആ രൂപത്തെ മനസ്സിൽ സ്ഥിരമായി പ്രതിഷ്ഠിച്ചുകൊണ്ട്
ധ്യാനത്തിൽ ഇരുന്നു കൊണ്ട് എല്ലാവിധത്തിലുള്ള ഇന്ദ്രിയ കാംക്ഷകളെയും അടക്കി അംബരീഷ് മഹാരാജാവ് ചെയ്തതുപോലെ തൻ്റെ കാതുകൾ കീർത്തനങ്ങൾ ശ്രവിക്കുന്നതിനും കണ്ണുകൾ ഭഗവാനെ കാണുന്നതിനും, ഭഗവാനെ കാണാൻ നമ്മൾ അമ്പലത്തിൽ പോകാറുണ്ടല്ലേ. കുന്തിദേവി കുന്തിസ്തുതിയിൽ വളരെ വ്യക്തമായി, സമയമില്ലാത്ത കാരണം ശ്ലോകങ്ങൾ പറയാൻ നമുക്ക് സാധിക്കുന്നില്ല. കുന്തിദേവി വളരെ വ്യക്തമായി പറയുന്നുണ്ട്, അമ്പലത്തിൽ പോകുന്ന സമയത്ത് ഭഗവാന്റെ പാദത്തിൽ നിന്ന് വേണം തുടങ്ങാൻ. എന്തിനാ പാദത്തിൽ നിന്ന് നമ്മൾ കാണാൻ തുടങ്ങുന്നത് ഭഗവാനെ? ഭഗവാന്റെ രൂപം പടിപടിയായി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. യാതൊരുവിധ ചിന്തകളും പാടില്ല ആ സമയത്ത്. മനസ്സിനെ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ചു കൊണ്ടുവന്ന് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നതിനാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ ദേവീദേവതമാരുടെ പുറകെ നടക്കാതെ ഏതെങ്കിലും ഒന്നിൽ മാത്രം, ഭഗവാൻ പറയുന്നു എന്നെ ഭജിക്കുന്നവരുടെ എണ്ണം വളരെ ദുർലഭമാണ്. കാരണം വിവിധ ദേവീദേവതമാരുടെ പുറകെ നടന്ന് സമയം കളയുകയാണ്. അവരുടെ ജീവിത ലക്ഷ്യമെന്ന് പറയുന്ന ഭഗവാന്റെ അടുത്തേക്ക് എത്താനുള്ള സാധ്യത ഉണ്ടാകുന്നില്ല. ദേവീദേവതമാരെ പൂജിക്കുന്നതോടൊപ്പം അവരുടെ ജീവിതം കഴിയുന്ന സമയത്ത് വീണ്ടും നമ്മൾ ഭൂമിയിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നു. യാന്തി ദേവാ വ്രതാദേവാൻ. വിവിധ തരത്തിലുള്ള നാമജപങ്ങളും പൂജകളും പ്രാർത്ഥനകളും എല്ലാം തന്നെ മനസ്സിനെ അടക്കുന്നതിനാണ്. വിവിധ ഇന്ദ്രിയ വിഷയങ്ങളിൽ പോയി സുഖവും ദുഃഖവും അന്വേഷിച്ച് ചപ്പുചവറുകൾ വാരിക്കൊണ്ടുവന്ന് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ നിക്ഷേപിക്കുന്ന മനസ്സിനെ അടക്കി ഭഗവാനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാണ് വിവിധ തരത്തിലുള്ള പൂജകളും പ്രാർത്ഥനകളും സത്സംഗങ്ങളും അമ്പലങ്ങളും എല്ലാം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായും മനസ്സിനെ അടക്കുവാൻ പഠിക്കുക, ധ്യാനത്തിൽ ഭഗവാനെ കേന്ദ്രീകരിക്കുക മനസ്സ്. അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മുക്തിയുണ്ടാകും എന്ന് തന്നെയാണ് ശ്രീമദ് ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിന ആശംസകൾ. ഹരേ കൃഷ്ണ.